ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ചുരുട്ടി മടക്കി ഒരു കമ്മൽ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോപ്പർ വയർ 4mm ആണ്. പിന്നെ ഇതുപോലത്തെ ഇയർ ഹൂക്ക് വേണം. പിന്നെ നമ്മുടെ ബീഡ്സ്, ഇത്രയൊക്കെ ഐറ്റംസ് വെച്ച് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ. പിന്നെ കോപ്പർ വയർ കുറച്ചും കൂടി കട്ടിയുള്ളത് എടുക്കുകയാണ്, അപ്പോഴാണ് ഇത് ശരിക്കും നമുക്കിതുപോലെ വളച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനത് 4mm എടുത്തു, പക്ഷേ അത് വളയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് നീളത്തിന് കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫസ്റ്റിൽ ഒരു ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഏത് കളർ വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അത് ഫസ്റ്റിൽ സെൻറ്ററിലായിട്ട് അത് ഒറ്റ ബീഡായിട്ട് നമ്മളിതുപോലെ കോർത്ത് കൊടുക്കുക. ഇതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബീഡ്സുകൾ കോർത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റിൽ കൊടുത്ത ആ ബീഡിൻ്റെ അതേ കളർ 2 ബീഡ് കോർത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കോപ്പർ വയർ ഇതുപോലെ 2 ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിതായി ഇപ്പുറത്തെ സൈഡിലെ കോപ്പർ വയർ ഇട്ടിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിക്കുമ്പോൾ 2 സൈഡും ഒരേ രീതിയിൽ തന്നെ വലിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പി ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവായിട്ട് നിൽക്കും നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് 2 സൈഡും ഒരേപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്കും ഒരു ഗ്രീനുമാണ്. ഗ്രീൻ നമ്മുടെ സാധാ ഗ്രീൻ അല്ല, എന്താ ബോട്ടിൽ ഗ്രീൻ അങ്ങനെ എന്തോ പറയുന്ന ഒരു പ്രത്യേകതരം ഗ്രീനാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അത് അങ്ങനെ വലിച്ചു നിൽക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ മാത്രം 2 ബീഡ് കോർത്ത് കൊടുക്കുക. അടുത്തത് മുതൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏത് ബീഡാണോ എടുത്തിരിക്കുന്നത്, ഞാനിവിടെ പിങ്കാണ്, അപ്പോൾ പിങ്ക് ഗ്രീൻ പിങ്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കളർ എടുക്കണം. അപ്പോൾ അതിൽ ഒരെണ്ണം സെൻറ്ററിൽ വരുന്ന രീതിയിലും 2 സെയിം കളർ അപ്പുറത്തും വരുന്ന രീതിയിൽ നമ്മൾ കോർക്കണം. എങ്കിലാണ് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ. സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ കമ്പി ഇതിൻ്റെ 3 ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്തിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുക. ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കോർത്ത് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ ആ രീതിയിൽ കോർക്കുക. കുറച്ചധികം കോർത്ത് കൊടുക്കുക, കാരണം എങ്കിലേ നമുക്കത് ചുറ്റിയെടുക്കുമ്പോൾ ലെങ്ത്ത് കിട്ടുള്ളൂ. അതിങ്ങനെ വളഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ കോർക്കണം. ഞാനിവിടെ നമ്മൾ ഈ കളർ ബീഡ് 3 ബീഡ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊരു 22 പ്രാവശ്യം കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് അത് കോർത്ത് കൊടുക്കാം. ഞാനൊരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒരു പിങ്ക് ഒരു ഗ്രീൻ ഒരു പിങ്ക് ആ രീതിയിൽ നമ്മൾ കോർക്കുക. അതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പി നമ്മളിതിലേക്ക് കൂടെ കോർത്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ നമ്മൾ കോർത്ത് നിർത്തിയിരിക്കുന്ന ബീഡ്സിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് നമുക്കിതുപോലെ ഓപ്പോസിറ്റ് സൈഡിലെ കമ്പി നമുക്ക് ഓപ്പോസിറ്റായിട്ട് കോർത്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഈ ഒരു കമ്പി മാത്രം ഫസ്റ്റിൽ വലിച്ച് ടൈറ്റാക്കിയാൽ മതി, ഇല്ലെങ്കിൽ 2 കമ്പിയും കൂടി വലിക്കുമ്പോൾ ലെങ്ത്ത് കൂടുമല്ലോ, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഒരു സൈഡിലെ കമ്പി മാത്രം അധികം വലിച്ചാൽ മതി, പിന്നെ 2 കൂടി അവസാനം ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഇതുപോലെ കോർത്തെടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കമ്മൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്മൽ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹെയർ ആക്സസറീസും ജ്വല്ലറി മേക്കിങ്ങും. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾക്കും പല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പല മോഡലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോഡലുകളാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കോർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഇങ്ങനെ കിട്ടുക. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഷുഗർ ബീഡ് ഇട്ട് തന്നെ ചെയ്യണം. കുറച്ച് വലിയ ബീഡിട്ട് ചെയ്താൽ അതിനൊരു ഭംഗി കിട്ടില്ല, അതിന് ആ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഷുഗർ ബീഡ് തന്നെ ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ബോക്സിലെ ബീഡ്സ് വെച്ച് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചാനലിലുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്, അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് എന്തോ ഈ ഒരു ബോക്സ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലത്തെ ബോക്സുകൾ അച്ഛൻ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്രയധികം യൂസ് ചെയ്തിട്ടില്ല. അതിലെ ബീഡ്സൊക്കെ ഇപ്പോഴും ബാലൻസ് ഉണ്ട്, പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്തോ ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആയതുകൊണ്ടാവാം, പിന്നെ അതിൻ്റെ കളറും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനിയും ഇതിൽ വെച്ചിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള മോഡലുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നീളത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കിതിൻ്റെ 2 കമ്പിയും കൂടി കൂട്ടി ഇതുപോലെ പിരിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, നമുക്ക് അവിടെ ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അത്രയും നീളത്തിലൊന്ന് പിരിച്ചു കൊടുത്താൽ മതി. ബാലൻസ് കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഇതുപോലെ ഒരു പ്ലെയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മുടെ ഇയർ ഹൂക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ വളച്ചിടുന്നത്. അതിന് ശേഷം അതൊന്ന് ചുറ്റി കൊടുത്തിട്ട് ബാലൻസ് തന്നെ കമ്പിയെ കട്ട് ചെയ്യാം. ഇല്ല, ബാലൻസ് കമ്പി കട്ട് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചു കൊടുത്താലും മതി, എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇനി ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത കമ്പിയൊക്കെ ഒന്ന് പ്രസ്സാക്കി നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചൊരു മിനുസമുള്ള പെൻസിലാണ് കേട്ടോ.
അപ്പോൾ അതൊരു ഇത്തിരിയും കൂടി ഗ്രിപ്പുള്ള പെൻസിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്കിത് റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 വട്ടം ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കോപ്പർ വയർ കുറച്ചും കൂടി കട്ടിയുണ്ടെങ്കിൽ നമ്മൾ ആ പിടിക്കുന്ന രീതിയിൽ അതവിടെ നിൽക്കും. പക്ഷേ ഇത് വയറ് കനം കുറഞ്ഞ കാരണമാണ് എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയെടുക്കാനായിട്ട് കുറച്ചൊരു ടൈം എടുത്തു. അപ്പോൾ നിങ്ങൾ കോപ്പർ വയർ കുറച്ച് കട്ടിയിലെടുക്കുക. അതുപോലെ പെൻസിലും ഒരു ഇത്തിരി ഗ്രേപ്പുള്ള എന്തെങ്കിലും എടുക്കുക, അതുമ്പോൾ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കറക്റ്റ് കിട്ടും. എന്നാലും നമുക്കിവിടെ ഐറ്റം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ട് ഈ ഒരു രീതിയിലും യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ചൊരു ഭംഗിക്ക് ഒരു ഹാങ്ങിങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്മല ഇഷ്ടമായി എന്നുള്ളത് പറയാം. ഹാങ്ങിങ് ഇട്ടിട്ടാണോ അതോ ഇടാതെ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തതാണോ ഭംഗിയായത് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇതുപോലെ നമ്മുടെ ഇയർ ഹൂക്കിൻ്റെ അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്പിയിലേക്ക് അത് കോർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഹൂക്കിലേക്ക് കോർത്തിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഹാങ്ങിങ് കൂടി ആവാമെന്ന്. അപ്പോൾ ഞാൻ അതിന് മാച്ച് ചെയ്തിട്ടൊരു കളർ അതിലുണ്ടായിരുന്നു, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഹാങ് ചെയ്ത് അടിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഇഷ്ടമായത് അതോ ഹാങ്ങിങ് കൂടി വന്നപ്പോഴാണോ ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ആ കമ്പി കനം കുറഞ്ഞ കാരണം എനിക്കൊരു കറക്റ്റ് അതൊരു ശരിക്കൊരു ഷേപ്പ് വന്നില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ പിന്നെയും വീണ്ടും അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞില്ല, അതിലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇതിന് മാച്ചായിട്ടുള്ള കളറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്ത് നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്ത ആ ഒരു ഗ്രീൻ കളർ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത്. ഹെഡ് പിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ കോർത്ത് കൊടുക്കാൻ പറ്റില്ല, ഹോള് വലുതാണ് ഹാർട്ട് ഷേപ്പിന്. അപ്പോൾ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. സെയിം ആ ഒരു ബീഡാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിട്ടിട്ട് ഇതുപോലെ ഇതിലൂടെ കോർത്തിട്ട് നമുക്കിവിടെ ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ കമ്മലിലേക്ക് നമ്മൾ ഹാങ് ചെയ്തിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹൂക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് വളയ്ക്കുക. അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു 2-3 വട്ടം ഇതുപോലെ വളച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഹൂക്ക് കിട്ടും. ഇനി നമ്മൾ അടിയിലോ ഒരു ബീഡ് കോർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒരു കമ്പിയിൽ ആ സൈഡിലെ കമ്പിയിലേക്ക് നമ്മളിത് കോർത്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മളൊരു ബീഡ് കോർത്താൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കമ്പിയിൽ നമ്മൾ ഇതൊന്ന് കോർത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ, ചിലർക്ക് സിമ്പിളായിട്ടുള്ള കമ്മലുകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ലപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കമ്മലുകളായിരിക്കും ഇഷ്ടം. അപ്പോൾ 2 കൂട്ടർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹാങ് ചെയ്തും ഹാങ് ചെയ്യാതെയും സിമ്പിളായിട്ടും ചെയ്യാം. എനിക്കിവിടെ ഹാങ് ചെയ്യാത്ത കമ്മലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. എനിക്കത് ഹാങ്ങിങ് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റും ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് വേണ്ടാതെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഊരി മാറ്റിയിട്ടും ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.